ഇന്ന് നമ്മൾ വൈകിട്ട് കഴിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ പാസ്ത വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടാണ് മോൾക്ക് ഇത് മക്രോണി ഇഷ്ടമാണ്, അപ്പോൾ പാസ്ത ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോഴത്തേന് 35 രൂപ കേട്ടോ. മാഗിയുടെയാണ്, കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അന്നേരം അതിൽ എഴുതിയേക്കുന്നുണ്ട് പാസ്ത ചീസ് മക്രോണി. പല സൈസുണ്ട് കേട്ടോ, വേറെ സീസണിങ് ഒക്കെ ചേർന്ന വേറെ സൈസൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതാദ്യം ഇപ്പം കട്ട് ചെയ്തപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് ഓർത്ത്. അപ്പം കുറച്ച് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അനുസരിച്ച് 1.25 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മാഗി മറ്റേ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കാണത്തില്ല ഒരു പൊടി പോലെ അതിനകത്ത്, അതുപോലത്തെ ഉണ്ട്. ടേസ്റ്റ് മേക്കറായിട്ടുള്ള പൊടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് തിളച്ചിട്ട് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഈ പൊടി. അത് കോണുണ്ട്, കുറച്ച് എനിക്കൊരു സ്റ്റാർച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കോൺഫ്ലവറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇച്ചിരി കുറിപ്പം ഒഴിച്ചപ്പം തന്നെ ഒരു കുറുക്കൽ പോലെ ഒരു തിക്നെസ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഈ മക്രോണി ഞാൻ ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, ആ പൊടിയാണെങ്കിൽ ഒരു സ്വല്പമേ ഉള്ളൂ. ചീസിൻ്റെ മണമൊക്കെ ഉണ്ട്. നമ്മൾ മക്രോണി ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വെക്കാൻ അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതീയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനും തീ ഓഫ് ചെയ്തു. മൂടി വെച്ചാണ് ഞാൻ വേവിച്ചത്. 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ടാണ് വേവിച്ചത്. വേവിച്ചപ്പം വെള്ളം ഒന്ന് വറ്റി, നമ്മൾ അത്ര 1.25 കപ്പ് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മണമൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയില്ല, ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ആ ടേസ്റ്റ് മേക്കറിനകത്തുണ്ടല്ലോ ഉപ്പും എല്ലാം, മാഗിയുടെയൊക്കെ നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചൂടോട് കൂടി ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നമ്മളൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ, കൊള്ളാവോ ഒന്ന്. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ആ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ അത്രയും വെള്ളം കറക്റ്റായിട്ട് ആ കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. കിട്ടുവാണെങ്കിൽ കടകളിൽ നമ്മുടെ ഓരോ മാളുകളിലൊക്കെ കാണും. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെയാണെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. മാഗിയൊക്കെ മാഗി നമ്മുടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു സ്വല്പം എൻ്റെ ഒറിഗാനോ ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, അത് ഇഡ്ഡലിയിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. പാസ്ത ചീസ് മക്രോണി. അപ്പോൾ നിങ്ങൾ പല ഫ്ലേവറിലുണ്ട് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക.